അസ്സലാമലൈക്കും. സീനാസ് ഫുഡ് ഡയറീസിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പയർ വെച്ചുണ്ടാക്കിയ ഒരു ദോശയുടെ റെസിപ്പിയും അതിൻ്റെ കൂടെ ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണിത്. നല്ല ക്രിസ്പിയുമാണ്. അതിന് ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള ഒരു തക്കാളിക്കറിയും ഞാൻ എന്താ വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്വാദിഷ്ടകരമായ പയർ കൊണ്ടുണ്ടാക്കിയ ദോശയും സ്വാദിഷ്ടകരമായ ഈ തക്കാളിക്കറിയും എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ഉഴുന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇത് 1-2 വെള്ളം കഴുകിയിട്ട് ഇതിൽ കുറച്ച് വെള്ളവും കൂടി എടുത്തിട്ട് ഇതൊരു 3-4 മണിക്കൂറൊന്ന് കുതിർക്കാൻ വെക്കണം. അപ്പോൾ നമ്മൾ ഉഴുന്ന് വെള്ളത്തിലിടാൻ എടുക്കുമ്പോൾ 1-2 വെള്ളം മാത്രം കഴുകിയെടുത്താൽ മതി കേട്ടോ. കൂടുതലിട്ട് കഴിയാൻ അതിൻ്റെ പശയൊക്കെ പോകും. അപ്പോൾ ഈ വെള്ളം തന്നെയാണ് നമ്മൾ ആട്ടാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് വേറൊരു പാത്രത്തിലേക്ക് 1 കപ്പ് ചെറുപയർ ഇട്ട് കൊടുക്കുക. ഈ കൂട്ടത്തിൽ തന്നെ 1/4 കപ്പ് പച്ചരിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് 3-4 വെള്ളം കഴുകിയെടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊന്ന് ഇതുപോലെ തന്നെ 3-4 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കുക. ഇതിൽ കുറച്ചധികം വെള്ളം വെക്കണം കേട്ടോ. പയറാവുകൊണ്ട് പെട്ടെന്ന് കുതിർന്ന് കിട്ടുന്ന ഒന്നാണ്. അപ്പോൾ വെള്ളം നന്നായിട്ട് വലിയും. അപ്പോൾ ഇതും നമുക്കൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കാം. അപ്പോൾ ഒരു 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഞാനിതൊരു 11 മണിക്ക് എടുത്തിട്ട് 2 മണിക്കാണ് ആട്ടി വയ്ക്കുന്നത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു ജാർ എടുക്കുക. ജാറിലേക്ക് നമ്മുടെ ഉഴുന്നും വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് ആട്ടിയെടുക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഇത് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഉഴുന്നുമാവ് മൊത്തവും ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് നമുക്ക് പയറൊന്ന് അരച്ചെടുക്കണം. അതിനുവേണ്ടി ആദ്യം ഈ വെള്ളം ഒന്ന് കഴുകി കളയുക. എന്നിട്ട് ഒരു വെള്ളം കൂടി കഴുകി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം അരച്ച ഉഴുന്നൊന്നും കഴുകി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൽ കൂടി തന്നെ നമുക്ക് ഈ പയറും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. പയറെടുത്ത് അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ പയറിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അടച്ച് വെച്ചിട്ട് നമുക്കൊരു പകുതി അരവിൽ നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഇതാ പകുതി അരവിൽ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് ചോറിട്ട് കൊടുക്കാം. ഞാൻ വെള്ളരിയുടെ ചോറാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഏത് തരം ചോറും നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതാ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ദോശയ്ക്കൊക്കെ അരി അരച്ച് എടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് അരഞ്ഞ് കിട്ടണം കേട്ടോ. പയറല്ലേ, അതുകൊണ്ട് കുറച്ചും കൂടി അരച്ചെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഉഴുന്നിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പയറിൻ്റെ മാവ് നമുക്ക് ഉഴുന്നിൻ്റെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇനി മാവൊന്ന് പെട്ടെന്ന് പുളിച്ച് പൊന്തി വരാൻ വേണ്ടി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കൈ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൈ കൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ നമ്മുടെ കൈക്കകത്ത് നല്ല ബാക്ടീരിയകൾ കൊണ്ട് മാവ് നന്നായിട്ട് പെട്ടെന്ന് പുളിച്ച് പൊന്തി വരും. അപ്പോൾ ഇത് ഏകദേശം 1 മിനിറ്റ് നേരം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് രണ്ടും കൂടി കലർന്ന് വരത്തക്ക വിധത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്ര മതി. ഇനി നമുക്ക് ഈ മാവ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മണിക്കൂർ ഒന്ന് പുളിക്കാൻ വയ്ക്കാം. ഇനി നമുക്ക് ഈ മാവൊന്ന് അടച്ച് വെച്ചിട്ട് 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഒന്ന് എടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് ഒരു തക്കാളി കറി ഉണ്ടാക്കണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം എടുക്കേണ്ടത് ഒരു നല്ലൊരു പാനാണ് കേട്ടോ. നല്ല അടപ്പ് ഉറപ്പുള്ള ഒരു പാന്. അപ്പോൾ അത് ഞാൻ കുഴിയുള്ളൊരു പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഏത് പാത്രം എടുത്താലും നന്നായിട്ട് അടച്ച് വെക്കാന്നുള്ളൊരു പാത്രം എടുക്കുക കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒരു 6 മീഡിയം സൈസ് ടൊമാറ്റോ സ്ലൈസായിട്ട് നീളത്തിൽ അരിഞ്ഞതും 1 ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതും, 1
ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ടരിഞ്ഞതും, ഒരു 3 പച്ചമുളക് നെടുകെ കീറിയതും, കുറച്ച് കറിവേപ്പിലയും, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ആദ്യം നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5-6 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതിനിടയ്ക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാളയോ അല്ലെങ്കിൽ മീഡിയം സൈസിലുള്ള 1.5 സവാളയോ നന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യം ഈ തക്കാളിയുടെ കൂട്ടത്തിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഞാനൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ആദ്യത്തെ ഒരു തിളച്ച് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഒരു മീഡിയം സൈസ് സവാള 1.5 ഓളം ഇതിലേക്ക് അരിഞ്ഞ് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കാളി ഇടുന്ന കൂട്ടത്തിൽ തന്നെ ഈ സവാളയും ഇട്ട് കൊടുക്കാൻ നോക്കുക കേട്ടോ. എനിക്കൊന്ന് വിട്ടുപോയതാണ്. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ നമുക്ക് അതിൻ്റെ അടപ്പെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് തേങ്ങ, 1 കപ്പ് തേങ്ങ ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഇത് നന്നായിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ഉള്ളിയൊക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ചെടുത്ത ഈ തേങ്ങയുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തേങ്ങ അരച്ചതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഇതിൽ നോർമൽ വാട്ടർ ഒഴിക്കരുത് കേട്ടോ. നന്നായിട്ട് തിളച്ച് ചൂടാക്കിയ വെള്ളമാണ് പിന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഒരു 1.5 കപ്പോ 2 കപ്പോ അതിൽ കൂടരുത് കേട്ടോ. ഈ കറി ഒരു തിക്കുമല്ല തിന്നുമല്ലാത്ത രീതിയിലാണ് ഞാൻ ഇത് കറിയാക്കി എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുത്തു. ഇനി നല്ല തിളച്ച വെള്ളമായിരിക്കണേ. 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം, നമ്മുടെ ജാറ് കഴുകിയ വെള്ളവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടി ഒരു 2 കപ്പിനകത്ത് വരും ഞാൻ ഇതിലേക്ക് ഒഴിച്ച വെള്ളം. ഇനി ലോ ഫ്ലെയിമിലാക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഈ കറി നന്നായിട്ട് തിളപ്പിക്കരുത് കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അരികൊക്കെ ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കണം. അപ്പോൾ ഇതിനിടയിൽ നമുക്ക് ഒരു മണത്തിനും ടേസ്റ്റിനും വേണ്ടി കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ഇത്തിരി കുറവുണ്ടായിരുന്നു കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണിന് താഴെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഒരു വറുക് താളിച്ചൊഴിക്കണം. അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ കറിക്ക് ഒരു വറുക് താളിച്ചൊഴിക്കണം. അതിനുവേണ്ടി ഒരു ചെറിയൊരു സോസ് പാൻ അടുപ്പിൽ വയ്ക്കാം. ഇതൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഏകദേശം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരാറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഒരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് കൊടുത്തതാണ്.
ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം മൂത്ത് വരാറായിട്ടുണ്ട്. നമുക്കൊന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫാക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തക്കാളി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വറക് നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഉടനെ ഇളക്കരുത്. ഒരു 5 മിനിറ്റ് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് മാറ്റി വയ്ക്കുക. 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാവൂ. കാരണം ഈ ചെറിയ ഉള്ളിയുടെ ഫ്ലേവർ നന്നായിട്ട് ഈ കറിയിലേക്ക് ഇറങ്ങി വരണം. അതാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് എടുക്കുക. അപ്പോൾ ഇതൊന്ന് നമുക്ക് വറക് ഒന്ന് ഒഴിച്ചതിന് ശേഷം 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ പയറ് ദോശയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളി കോംബോ ആയിട്ടുള്ളൊരു കറിയാണ്. നല്ല ടേസ്റ്റും ആയിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുകേ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 6 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒരു അരികിൽ നിന്ന് നമുക്ക് കുറച്ച് ഒരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. കറക്റ്റ് നന്നായിട്ട് പുളിച്ച് നന്നായിട്ട് പൊന്തിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അത് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ദോശക്കല്ല് അടുപ്പത്ത് വയ്ക്കാം. ആദ്യം ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതൊന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കുക. ചൂടാക്കിയതിന് ശേഷം ഒരു തുണിയിലോ ഒരു ബ്രഷ് വെച്ചോ നമുക്കിതൊന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഈ ചൂടായ കല്ലിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവിൽ നിന്നും ഒരു കരണ്ടി ഇതിലേക്ക് കലക്കി ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഒന്ന് കട്ടി കുറച്ച് നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക. എത്രത്തോളം ചുറ്റിക്കാൻ പറ്റുമോ അത്രത്തോളം ഇതുപോലെ വട്ടത്തിന് ചുറ്റിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 3/4 ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. ഇത് നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം. ഈ ദോശ നമ്മൾ മറിച്ചിടുന്നില്ല കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ ഇതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് ഇത് മറിച്ചിടാതെയാണ് ഈ ദോശ തയ്യാറാക്കി എടുക്കേണ്ടത്. നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലും അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1/2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നന്നായിട്ട് ചെറുതായിട്ട് ഇതൊന്ന് മൊരിച്ചെടുക്കുക. ഇപ്പോൾ 1 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ദോശ നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കല്ലിൽ നിന്ന് എടുത്തു മാറ്റാം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തതിന് ശേഷം മടക്കിയാണ് എടുക്കുന്നത് കേട്ടോ. നല്ല ക്രിസ്പിയായ ദോശയാണ്, നല്ല ടേസ്റ്റുമാണ്. പ്രത്യേകിച്ച് നമ്മുടെ തക്കാളി കറിയോടൊപ്പം കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു ദോശയാണ്. നല്ല ഹെൽത്തിയുമാണ്. പയറും കൂടി ചേർത്തുണ്ടാക്കിയതല്ലേ, അപ്പോൾ നല്ല ഹെൽത്തിയുമാണ്. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള പയർ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നും കൂടി നമുക്ക് ചുട്ടെടുക്കാം. ആദ്യം ഒന്ന് ദോശക്കല്ലിൽ എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൽ നിന്നും ഒരു തവി എടുത്തിട്ട് ഇതുപോലെ ഒഴിച്ച് നന്നായിട്ട് ചുറ്റിച്ചെടുക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നെയ്യൊന്ന് തൂവി കൊടുക്കുക. നെയ്യും കൂടി തൂത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കല്ലിൽ നിന്ന് എടുത്ത് മടക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചെറുപയർ ദോശയാണ് ഇത്. മക്കൾക്കൊക്കെ ചുട്ടുകൊടുത്താൽ വളരെയധികം പോഷകഗുണമുള്ളത് കൊണ്ട് നല്ലതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായിട്ട് തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ച് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അതിനുശേഷം നമ്മുടെ ദോശയുടെ സൈഡിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് സെർവ് ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായിട്ടുള്ള നമ്മുടെ പയർ ദോശയും കൂട്ടത്തിൽ ഒരു തക്കാളി കറിയുമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല ക്രിസ്പിയാണ് കേട്ടോ നമ്മുടെ ദോശ. ചൂടോടുകൂടി കഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് നാവിൽ നിന്നും മാറില്ല. ഇതിൻ്റെ ടേസ്റ്റ് അറിയണമെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കഴിച്ച് തന്നെ അറിയണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു. നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ പയർ ചേർത്തുള്ള ദോശയും നല്ല കോംബോ ആയിട്ടുള്ള തക്കാളി കറിയുമാണ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. തൊട്ടടുത്ത ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് എത്തും. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ മുന്നോട്ടുള്ള വിജയം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതുപോലെ നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതാണ്. അതുവരേക്ക് എല്ലാവർക്കും താങ്ക് യു.